ഹായ് ഫ്രണ്ട്സ്, 90s കാസറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോ ഈ താരാട്ട് പാട്ടുകളെന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരുമ്പോഴത്തേക്കും 1980 പുറകിലോട്ട് ഒരുവിധം എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്നൊരു താരാട്ട് പാട്ടുണ്ട്. അത് ഇതായിരിക്കും. ഈ ഗാനം തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ആസ്ഥാന കവിയായിരുന്ന ശ്രീമാൻ ഇരയിമ്മൻ തമ്പി, ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടിരുന്ന സ്വാതി തിരുനാൾ രാജാവിന് വേണ്ടിയിട്ട് അദ്ദേഹം ജനിച്ച സമയത്ത് അദ്ദേഹത്തെ പാടി ഉറക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു ഈ ഗാനങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ ഈ കവിത എന്നാണ് പൊതുവെയുള്ള ഒരു അറിവ്. 1987 സ്വാതി തിരുനാൾ എന്ന പേരിൽ ലെനിൻ രാജേന്ദ്രൻ സിനിമ സംവിധാനം ചെയ്തപ്പോൾ ആ ചിത്രത്തിനകത്തും ഈ ഓമന തിങ്കൾ കിടാവോ എന്നുള്ള ഗാനം അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം കുഞ്ഞിനെ, നമ്മുടെ ചോരയെ, അതിനെ നമുക്ക് എത്രത്തോളം വർണ്ണിക്കാമോ അത്രത്തോളം മനോഹരമായി ആ ഗാനത്തിൽ ശ്രീമാൻ ഇരയിമ്മൻ തമ്പി വർണ്ണിച്ചിട്ടുണ്ട്. അത് ആ ഗാനത്തിന്റെ ഓരോരോ വരികളും നമ്മൾ എണ്ണിപ്പറക്കി അതിന്റെ അർത്ഥം ഗ്രഹിച്ചു നോക്കണം. ഇത്രയൊക്കെ നമുക്ക് ഒരു കുഞ്ഞിനെ, അത് ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയുന്ന പോലെ ആ ഒരു സംഭവം, അത് കുറച്ച് മഹത്തരം തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ കവിത. എന്നാൽ 1990-കളിൽ, അതായത് 90-ന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ പ്രായഭേദമന്യേ ഒരു താരാട്ട് പാട്ടിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് ഈ ഒരേ ഒരു ഗാനമായിരിക്കും. ഈ താരാട്ട് പാട്ട് 1991-ൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് റിലീസായ സാന്ത്വനം എന്ന ചിത്രത്തിലേതാണ്. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത്, അതായത് ഈ താരാട്ട് ഗാനം എഴുതിയിട്ടുള്ളത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അപ്പൊ പിന്നെ ആ പാട്ടിന്റെ മഹത്വത്തെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഈ ഗാനത്തിന്, ഈ താരാട്ട് പാട്ടിന് ഈണം കൊടുത്തിട്ടുള്ളത് മോഹൻ സിത്താര ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹവും ഈ സംഗീത മേഖലയിൽ അദ്ദേഹത്തിന്റെ കഴിവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ഗാനങ്ങൾ, അല്ലെങ്കിൽ ആ ഗാനം മനോഹരമാക്കിയതിന്റെ പിന്നിൽ ഇത്തരം കഴിവുള്ള സംഗീത സംവിധായകനും എഴുത്തുകാരനും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉണ്ണി വാവാവോ എന്ന ഗാനം കേരളം മൊത്തത്തിൽ ഏറ്റെടുത്തൊരു താരാട്ട് ഗാനമാണ്. പക്ഷെ ഞാൻ പറയാൻ വന്നത് ഈ വിഷയങ്ങളൊന്നുമല്ല, ഈ ഒരു വിഷയത്തെ കുറിച്ചല്ല. നമ്മുടെ കേരളത്തിലെ, നമ്മുടെ മലയാളി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പാകിസ്ഥാനി ഗായകൻ, അതായത് ഒരു പാകിസ്ഥാനി വംശജനായ ഒരു ഗായകൻ നമുക്കൊരു താരാട്ട് പാട്ട് പാടിത്തന്നു എന്ന് പറഞ്ഞാൽ മലയാളികളായ ചിലർക്കെങ്കിലും പെട്ടെന്ന് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണും. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു പാകിസ്ഥാനി ഗായകൻ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു താരാട്ട് പാട്ട് പാടി തന്നിട്ടുണ്ട്. അതിതാണ്. ഈ 90 കാലഘട്ടത്തിൽ നിന്നും 2000 കടന്നപ്പോഴത്തേക്കും വളരെ ചുരുക്കം താരാട്ട് ഗാനങ്ങളൊക്കെ വലുതായി വന്നിട്ടുള്ളൂ. പക്ഷെ അതിലൊരു ഗാനം ജയരാജ് സംവിധാനം ചെയ്ത മകൾക്ക് എന്ന ചിത്രത്തിൽ അതിന്റെ സംഗീത സംവിധായകൻ രമേശ് നാരായണനായിരുന്നു. ആ ചിത്രത്തിലെ ഈ താരാട്ട് ഗാനവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തന്നെയാണ് എഴുതിയത്. ഈ പാട്ട് പാടിയ ഗായകൻ ആരെന്നറിയാൻ തീർച്ചയായിട്ടും ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആ പാട്ട് പാടിയത് പാകിസ്ഥാനി ഗായകനായ അദ്നാൻ സമി എന്ന അനുഗ്രഹീത ഗായകനാണ്. അദ്ദേഹം പാകിസ്ഥാനി വംശജനാണ്. അദ്ദേഹം ഇന്ത്യയിലായിരുന്നു. ഈ സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അദ്ദേഹം താമസിച്ചിരുന്നത് ഇന്ത്യയിലായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോ 2016 ഇന്ത്യൻ പൗരത്വം ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം പൂർണ്ണമായും സംഗീത പരിപാടികളും മറ്റുമായി ഇന്ത്യയിൽ തന്നെ താമസിച്ചു വരികയാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലൊരു വീഡിയോയുമായി ഇനിയും തിരിച്ചു വരാം. ബൈ.